ഹോസ്റ്റൽ വരെ നമുക്കൊന്ന് പോവേണ്ടി വരും. എന്താ വല്യച്ചത്? ഇപ്പൊ വല്യച്ചന് വയ്യാതിരിക്കല്ലേ? ഈ സമയത്ത് തന്നെ പോണോ? ഈ തളർച്ച താനേ വിട്ടു മാറും എന്ന് കരുതി യാത്ര മാറ്റിവെക്കാനാവില്ല. യാത്ര മാറ്റിവെച്ചാൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. ചിലപ്പോ അഥർവവും പരീക്ഷിക്കേണ്ടി വന്നേക്കും. എന്റെ ഈശ്വര, ഒരിക്കലും ഇതെല്ലാം അവസാനിപ്പിച്ചതാണല്ലോ. വീണ്ടും ഇതൊക്കെ തുടങ്ങുമ്പോ എന്തൊക്കെ അനർത്ഥങ്ങളാവും ഉണ്ടാവുക. നമ്മുടെ കുട്ടികൾക്ക് പിന്നാലെ കൂടി ആ ശക്തിയെ തടുക്കാൻ ഇവിടെ ഞാനല്ലാതെ വേറെ ആരുണ്ട്? പരദേവതകളെ കാത്തുകൊള്ളണേ. മാഡം, നല്ല സമയത്താണല്ലോ നമ്മള് വന്നത്. ദേ പള്ളിമണി കേൾക്കണു. ഇവിടുത്തെ കപ്പ്യാര് മന്ദാകിനിയുടെ ഭർത്താവിന്റെ കൂട്ടുകാരനാണെന്നല്ലേ പറഞ്ഞത്? പിന്നെ അവര് തമ്മിൽ വലിയ കൂട്ടാ. മാഡം വാ, നമുക്ക് കപ്പ്യാരെ കാണാം. അല്ല, നമ്മൾ വന്നത് അച്ഛനെ കാണാനല്ലേ, കപ്പ്യാരെ കാണാനല്ലല്ലോ. ഇവിടെ കപ്പ്യാരാ മാഡം എല്ലാം തീരുമാനിക്കുന്നത്. കപ്പ്യാരെ കണ്ടാ മതി, നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യവും നടക്കും. നമുക്ക് അയാളോട് ചോദിക്കാം. അച്ഛനെ കാണാൻ വന്ന ഏതാ വിശ്വാസിയെന്നാ തോന്നണേ. ചോദിക്കാം. ഒന്ന് നിന്നേ. ഈ കപ്പ്യാര അകത്തുണ്ടോ? കപ്പ്യാരോ? നിങ്ങൾ കപ്പ്യാരെ കാണാനാണോ അതോ അച്ഛനെ കാണാനാണോ വന്നത്? കപ്പ്യാരെ കണ്ടിട്ട് വേണം അച്ഛനെ കാണാൻ. കപ്പ്യാരെ എന്റെ ഭർത്താവിന്റെ കൂട്ടുകാരനാ. നിങ്ങളുടെ ഭർത്താവിന്റെ പേരെന്താ? ഐസക്. അങ്ങനെ ഒരാളെ ഞാൻ അറിയില്ലല്ലോ. അതിന് നിങ്ങൾ കപ്പ്യാരല്ലോ. ഞാനാണ് ഇവിടുത്തെ കപ്പ്യാര്. അല്ല, കപ്പ്യാര് മാറിയോ? പഴയ ആള് കഴിഞ്ഞ ആഴ്ച വെള്ളിമല ഇടവകയിലേക്ക് പോയി. ഓ, ഞങ്ങക്ക് അച്ഛനെ ഒന്ന് കാണണമായിരുന്നു. ഇപ്പൊ കാണാൻ പറ്റുമോ? മേഡം ഇവിടെ ആദ്യമായിട്ടാണോ വരുന്നത്? മാഡം ആദ്യമായിട്ടാ. ഞാൻ 3-4 തവണ വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും അച്ഛനെ കാണാൻ പറ്റിയിട്ടില്ല. എന്തായാലും നിങ്ങളിപ്പോ വന്നത് നന്നായി. അച്ഛനെ കാണാൻ പറ്റും. അച്ഛനകത്തുണ്ട്, അങ്ങോട്ട് എന്നാ മതി. നിങ്ങൾ അങ്ങോട്ട് ചെന്നേക്കൂ. താങ്ക് യു. മന്ദാകിനി വാ. കർത്താവേ, അനുഗ്രഹിക്കണേ. അവിടുത്തെ നാമത്താൽ എനിക്ക് സമാധാനം നൽകണമേ. ആമേൻ. ആമേൻ. അച്ഛനിവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? കാണുന്നില്ലല്ലോ. അച്ഛൻ എവിടെന്നാ വരണേന്ന് നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റില്ലേ മാഡം? അടിമറ്റത്ത് കത്തനാരെന്ന് പറഞ്ഞ ആരാ? എന്തൊക്കെയോ മാന്ത്രിക സിദ്ധിയുള്ള ആളാന്നാ പൊതുവെ എല്ലാരും പറയുന്നത്. അങ്ങനെയാണോ? അച്ഛന് മാന്ത്രിക സിദ്ധികൾ വശമുണ്ടോ? ഉണ്ടാവും. അതുകൊണ്ടല്ലേ ഈ നാട്ടിലെ എല്ലാവർക്കും അടിമറ്റത്തച്ഛന്റെ പേര് കേൾക്കുമ്പോ പേടിയും ബഹുമാനവും ഒക്കെ. അപ്പോ അച്ഛൻ വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ആരാ ഇപ്പോ വാതിലടച്ചത്? അതാണ് മാഡം ഞാൻ പറഞ്ഞ അച്ഛന്റെ മാന്ത്രിക ശക്തി. രണ്ടുപേരും വന്നിട്ട് കുറെ നേരമായോ? മന്ദാകിനി, ആരാ നമ്മളോടിപ്പോ സംസാരിച്ചത്? അച്ഛന്റെ ശബ്ദം പോലെ എനിക്ക് തോന്നിയേ. അച്ഛൻ ചില സമയത്ത് ഇങ്ങനെയാ, അശരീരി ഉണ്ടാവൂ, ആളിനെ കാണാൻ പറ്റില്ല. ഈ കൂട് വിട്ട് കൂടുമാറ്റെന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ എന്തൊക്കെയോ അറിയുന്ന അച്ഛനാ അടിമറ്റത്തച്ഛൻ. എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? എന്നെ കാണാനല്ലേ വന്നത്? ഇവിടേക്ക് വരൂ. മാഡം, നമ്മൾ അച്ഛനെ കണ്ടില്ലെങ്കിലും അച്ഛൻ നമ്മളെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് രോമാഞ്ചം ഉണ്ടാവുക. അച്ഛനെ കാണുന്നില്ലല്ലോ. ഞാൻ ഇവിടെ ഉണ്ടല്ലോ. ശരിയായ സ്ഥലത്തേക്ക് നോക്ക്. ഞാൻ നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട്.
ദേ അച്ഛൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണല്ലേ ഇവിടെ? റീന മേഡം ആദ്യമായിട്ടാ. ഞാൻ 2-3 തവണ വന്നിട്ടുണ്ട്. പക്ഷെ അച്ഛനെ ഇപ്പഴാ നേരിട്ട് കാണാൻ പറ്റിയത്. കർത്താവിനെ കാണാൻ വരുന്നവർ എന്നെന്തിനു കാണണം? ഞങ്ങളിപ്പോ വന്നത് അച്ഛനെ കാണാനാ. എന്നെ കാണാനാണ് വന്നതെങ്കിലും വന്ന കാര്യത്തിലൊരു ആശയക്കുഴപ്പമാണല്ലോ. അയ്യോ, സത്യം പറഞ്ഞ ആശയക്കുഴപ്പമുണ്ട്. ആശയക്കുഴപ്പങ്ങൾ നീങ്ങാതെ ഒരു പ്രശ്നത്തിനും ശാശ്വത പരിഹാരം ഉണ്ടാകില്ല. എന്താണ് നിങ്ങളുടെ ഹോസ്റ്റലിന്റെ പ്രശ്നം? ഹോസ്റ്റലിലോ? ഞങ്ങൾ എവിടുന്നാ വരുന്നെന്ന് പറഞ്ഞില്ലല്ലോ. എന്താണ് അവിടെ പ്രശ്നം? അത് പറയൂ. ഞങ്ങളുടെ ഹോസ്റ്റലില് ഈ ഇടയായിട്ട് അദൃശ്യമായ ഏതോ ശക്തി കടന്നു കയറിയിട്ടുണ്ടോ?